Hello guys, welcome back to our YouTube channel. Guys, നമ്മൾ ഇന്ന് ട്രിപ്പ് സ്റ്റേക്കേഷന് വന്നതാണ്. എക്സൈറ്റഡ് ആയിട്ട് എന്താ പറയേണ്ടത് തിരിയുന്നില്ല. സോ നമ്മളുണ്ട്, പൂജയുണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരെ പൂജയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവളെ പിക്ക് ചെയ്യാം. നമ്മളെ കൂടെ സിംഗർ ഉള്ളതുകൊണ്ട് നമ്മള് വണ്ടിയിൽ പാട്ട് വെക്കുന്നില്ല. അങ്ങനെ ഇത്തിമീൻ്റെ പാട്ടും സൊറ പറയലെല്ലാം കേട്ട് നമ്മളിത് ഏകദേശം പൂജേൻ്റെ വീട്ടിലെത്താനായിട്ടുണ്ട്. നമ്മൾ എത്തുമ്പോഴത്തേക്കുള്ള റെഡി ആയി നിന്നിട്ടുണ്ട്. പോണ്ടേ നമുക്ക്? അങ്ങനെ പൂജേനെയും കൂട്ടിയിട്ട് ഇവിടെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മളെ വയനാട് ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിതീഷേട്ടൻ പിന്നെ വയനാടാണ് പഠിക്കുകയെല്ലാം ചെയ്തത്. അപ്പോൾ അവർക്ക് റൂട്ടെല്ലാം അരച്ച് കലക്കി കുടിച്ച പോലെയാണ് എല്ലാം അറിയാം. അങ്ങനെ നമ്മൾ ചുരയിൽ കയറി. എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പാന്ന് ഏകദേശം ഏത് ട്രിപ്പെല്ലാം പോയി, അതിന് മുന്നേ ചെറിയൊരു ഇതുണ്ടായി. അങ്ങനെ സൗണ്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നൈസ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിലാണ് കയറി. വയനാട്ടിൽ ട്രിപ്പ് പോകുന്നതാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്. നല്ല ഫുഡാണ്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ട് അവിടെ ഒരു ഷോപ്പിൽ നമ്മൾ തൊണ്ടക്കോയിൽ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വേഗം അത് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഓൾറെഡി നമ്മൾ കുറിക്കാൻ കുറച്ച് സ്നാക്സിൽ മേടിച്ചിനി. പിന്നെ അത് കണ്ട പൂതിക്ക് അതങ്ങനെ മേടിക്കാൻ കരുതുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നിറയെ തേയിലത്തോട്ടങ്ങൾ അതിന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിനി. ഗൈസ്, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ലഗേജെല്ലാം നമ്മൾ പുറത്തെടുത്ത് വെച്ച്, കാരണം അവരത് റൂമിലേക്ക് കൊണ്ടുത്തരും. പിന്നെ നമ്മൾ ചുറ്റും ഒന്ന് നടന്ന് കണ്ട് പിള്ളേഴ്സ് വേഗം നോക്കിയത് പ്ലേ ഏരിയ ആണ്. അങ്ങനെ ആ പ്ലേ ഏരിയ കണ്ടപ്പോൾ കുറച്ച് നേരം കളിക്കണം ഊരണം എന്നെല്ലാം പറഞ്ഞിട്ട് പിള്ളേർ ചൊറയാക്കുന്നുണ്ട്. അങ്ങനെ അവരെ വേഗം കുറച്ച് സമയം അവിടെ കളിക്കാൻ വിട്ടിട്ടുണ്ടേനു. അധികം തിരക്കൊന്നും ഇല്ലാണ്ട് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു ചൂടുമില്ല, നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും ആയിരുന്നു. നമ്മൾ പിന്നെ ഫോണും ഇൻ്റർനെറ്റൊന്നും അധികം യൂസ് ചെയ്തില്ല. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാനും പറ്റിയിട്ടുള്ളൂ. എത്തി രണ്ടും കൂടി ഇവിടെ എലി കരണ്ട പോലെ. പിന്നെ നമ്മൾ ഒട്ടും താമസിപ്പിച്ചില്ല. വേഗം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്ന് പൂളിലേക്ക് ഇറങ്ങി. നല്ല മഴ പെയ്യുന്നുണ്ട്. അടിപൊളി മഴ.
നമുക്ക് നല്ല ലക്കുണ്ട് ഗൈസ്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി മഴയെല്ലാം കിട്ടി. പിന്നെ നമ്മൾ പൂളിൽ നിന്ന് വന്ന് ഫ്രഷായി എന്നിട്ട് നേരെ ഇതാ കോഫിയെല്ലാം കുടിക്കാൻ വേണ്ടി വന്ന്. ഒരു വാട്ടർഫോളെല്ലാം ഉണ്ട്, പക്ഷെ വെള്ളം കുറവായോണ്ട് ഇങ്ങനെ. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഇച്ചിരി നേരം ക്യാരംസ് എല്ലാം കളിച്ച് പിന്നെ ഡിന്നറെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ചില്ല് ചെയ്ത് കിടന്നങ്ങ് ഉറങ്ങി. ഇത് പിറ്റേന്ന് രാവിലെയാണ് ഗൈസ്. നല്ല മഞ്ഞുണ്ടായിന്. എനിക്ക് ഈ ഫോണിൽ അത് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുറച്ച് നേരം പൂളിൽ സ്പെൻഡ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കലാണ്. അങ്ങനെ ഇത് റൂഫ് ടോപ്പാണ്, ഫുൾ ഫോറസ്റ്റ് ആണ് ചുറ്റും. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നതാണ്. എനിക്ക് കുറച്ച് കറങ്ങി തിരിഞ്ഞ് നേരെ നാട്ടിലേക്ക്. ഇത് ചിലപ്പോൾ നമ്മൾ സിനിമ കാണും. നമ്മൾ ഇന്നലെ വന്ന സെയിം റെസ്റ്റോറൻറ്റിൽ ഇന്ന് വന്നത്. ഇന്നലത്തെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. സോ ഇന്നും കൂടെ നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ച്. ഇവർക്ക് രണ്ടാൾക്കും നല്ല ചോറും മീൻ പൊരിച്ചെല്ലാം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടാൾ അത് ഓർഡറാക്കി. എനിക്ക് നല്ല നെയ്ച്ചോറും ബീഫ് വരട്ടിയതെല്ലാം കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അത് ഓർഡർ ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടെ ഫുഡെല്ലാം, പക്ഷേ അത് മൊത്തത്തിൽ കഴിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എല്ലാവരും കൂടെ മൊത്തത്തിൽ ഷെയർ ചെയ്ത് അതങ്ങ് ഫിനിഷാക്കി. നല്ല ഫുഡായിരുന്നു, നല്ല റെസ്റ്റോറൻറ്റുമാണ്. നമ്മൾ നൈസിന്ന് അടിപൊളി ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ ഫിലിമിന് ബുക്ക് ചെയ്തിട്ട് മാനന്തവാടിയുള്ള മാരുതി എന്ന് പറഞ്ഞൊരു തിയേറ്ററാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫിലിം കാണുന്നത്. അങ്ങനെ നമ്മളൊരു ഹാഫ് ആൻ അവർ മുന്നേ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിന്. അങ്ങനെ വാഴ 2ൻ്റെ റിവ്യൂസ് എല്ലാം കണ്ടിന് കുറേ. അപ്പോൾ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം പിന്നെ അങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്ത്. സൂപ്പറാ, സിനിമ സൂപ്പറാ ഗൈസ്. നമ്മൾ സിനിമയിലും കണ്ടിറങ്ങി അടിപൊളി സിനിമ. പൂജിയും ജിത്തും കരഞ്ഞു പോയി. പിന്നെ നീ കരഞ്ഞിട്ടില്ല. അങ്ങനെ ആ മൂവിയെല്ലാം കണ്ട് ഇനി നമുക്ക് ചുരം ഇറങ്ങണം. നമുക്കിനി നേരെ ഇരട്ടിക്കാന്ന് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി പോകുന്നതാണ്. വരുന്ന വഴിക്ക് നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ടുണ്ടായിന്. ഇതാ നമ്മളിപ്പോൾ പൂജേൻ്റെ വീട്ടിലെത്തി. ഇവരുടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വയനാട് ട്രിപ്പ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.